ഉണക്കമീൻ എന്ന് കേട്ട ചാടി വീഴുന്നവരില്ലേ നമ്മുടെ കൂട്ടത്തിൽ? എപ്പോഴും ഒരേ രീതിയിൽ വറുത്തെടുക്കുന്ന ആ സ്റ്റൈലൊന്ന് മാറ്റിപ്പിടിച്ചാലോ നമുക്ക്? അപ്പോൾ എന്നത്തെയും എൻ്റെ ഫേവറേറ്റുള്ള മാന്തളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മാന്തളക്കുട്ടന്മാരെ ഒക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഫ്ലെയിം എപ്പോഴും നല്ല പോലെ കുറച്ച് വെച്ച് വേണം മാന്തൾ അങ്ങ് വറുത്തെടുക്കാനായിട്ട്. എന്നാലേ അകവും പുറമൊക്കെ നല്ല പോലെ അങ്ങോട്ട് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. എല്ലാം നന്നായി ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം ഒരു 5-10 വറ്റൽമുളക് കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഒടിച്ചാൽ നല്ല പോലെ അങ്ങോട്ട് ഒടിഞ്ഞു വരണം. പിന്നെ ഒരു മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് എളുപ്പമെങ്കിലും നമ്മുടെ അമ്മിപ്പുറത്ത് വെച്ച് ഒന്ന് ചതച്ചെടുക്കുന്ന ആ ഒരു രുചി ഉണ്ടല്ലോ, അത് എപ്പോഴും ഒന്ന് വ്യത്യസ്തം തന്നെയാണ് കേട്ടോ. പിന്നെ അതേ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കുറച്ച് കൊച്ചുള്ളി ചതച്ചതും ഒരു പകുതി സവാള നേർമയെ കട്ട് ചെയ്തതും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു കൈപ്പിടി നിറകിയ ചിരകിയ തേങ്ങയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നാളികേരപ്പീര നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക മണം വരുന്നുണ്ടാകും. നല്ല മണമാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വരട്ടി അങ്ങോട്ട് എടുക്കണം. അതിനുശേഷം നമ്മൾ ചതച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഉണക്കമീനും ആ വറുത്ത മുളകും ഉണ്ടല്ലോ, അതിൻ്റെ ആ മിക്സും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് ഉലർത്തിയെടുക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരു 2 സെക്കൻഡ് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതൊരു കിഡിലൻ കോമ്പിനേഷനാണ്. എന്നാലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ന് അല്പം ഒന്ന് വ്യത്യസ്തമാക്കാമെന്ന് കരുതി കേട്ടോ. നല്ല ചക്കപ്പുഴുക്കും അതുപോലെ തന്നെ കിഡിലൻ ഉണക്കമീൻ തോരനും.